നമ്മളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രോത്തിന് ഒരു അവസാനം എന്നാൽ നമ്മുടെ ഓൾഡ് ഏജിലേക്കാണ് എത്തുന്നത്. ദാറ്റ് മീൻസ് വി ഓൾ ആർ ഗ്രോയിങ് ഓൾഡ്. ഈ ഓൾഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു റീപ്രൊഡക്റ്റീവ് ഫേസിൻ്റെ എൻഡാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത്. നമ്മൾ കുറേ ലൈഫ് സ്പാനിലെ സ്റ്റേജുകൾ പറഞ്ഞു. ജുവനൈൽ ഫേസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട്, സെനിസെൻസ് ഫേസ് ഉണ്ട്, ആൻഡ് ഡെത്ത് ഫേസ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫേസ് അവസാനിക്കുന്ന ഒരു കാലയളവിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയാം. ഇതിന് നമ്മളൊരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഓൾഡ് ഏജിനെ നമുക്ക് വേണമെങ്കിൽ സെനിസെൻറ്റ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഫേസ് എന്ന് പറയാം. ഈ ഓൾഡ് ഏജ് എത്തുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ റീപ്രൊഡക്റ്റീവ് ഫേസിൽ നിന്ന് ഓൾഡ് ഏജ് അല്ലെങ്കിൽ സെനിസെൻസിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ഒരുപാട് ചേഞ്ചസുകൾ സംഭവിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മെറ്റബോളിസം ഒക്കെ സ്ലോ ഡൗൺ ആവുന്നു. പതുക്കെ സ്ലോ ഡൗൺ ആയിട്ട് നമ്മളത് ഒരു എൻഡ് ഓഫ് ദ ലൈഫ് സ്പാനിലേക്ക് എത്താൻ തുടങ്ങും. അത് അൾട്ടിമേറ്റ്ലി ഓൾഡ് ഏജ് ഏതിലേക്കാണ് ലീഡ് ചെയ്യുക? അത് ഡെത്ത് ഫേസിലേക്കാണ് ലീഡ് ചെയ്യുക. സോ ഓൾഡ് ഏജ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഡെത്ത്. ഇനി പ്ലാന്റ്സിലാണെങ്കിലും അനിമൽസിലാണെങ്കിലും ഈ പറഞ്ഞ ഓരോ ഫേസും, ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഫേസുകൾ? ജുവനൈൽ ഫേസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് സെനസെൻസ് ആൻഡ് ഡെത്ത്. ഈ പറഞ്ഞ ഓരോ സ്റ്റേജിലൂടെയും വൺ സ്റ്റേജ് ടു നെക്സ്റ്റ് സ്റ്റേജ് ട്രാൻസിഷൻസ് ആണ് നടക്കുന്നത്. സോ വൺ സ്റ്റേജിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരുപാട് ഹോർമോണൽസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ ഓരോ ജുവനൈൽ സ്റ്റേജിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ നിന്ന് സെനസെൻസ് സ്റ്റേജിൽ നിന്ന് ഡെത്ത് സ്റ്റേജിലേക്ക്, ഈ സ്റ്റേജിലേക്കൊക്കെ നടക്കുമ്പോൾ ദർ ഇസ് എ ഇൻഫ്ലുവൻസ് ഓഫ് ഹോർമോൺസ് മാത്രമല്ല ഒരുപാട് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഹോർമോൺസിൻ്റെയും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസ് കാരണമാണ് ഒരു ഫേസിൽ നിന്ന് നെക്സ്റ്റ് ഫേസിലേക്ക് ഒരു ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ മൂവ് ചെയ്യുന്നത്. സോ ഇതിനനുസരിച്ച് അവരുടെ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ അല്ലെങ്കിൽ അസോസിയേറ്റഡ് നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ മാറിക്കൊണ്ടിരിക്കും. സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഗ്രോയിങ് ഓൾഡ് എന്ന് പറഞ്ഞാൽ അത് ഏത് സ്റ്റേജിലേക്കാണ് എത്തത്? സെനിസെൻസ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്കാണ് എത്തത്. ആ സെനിസെൻസ് എന്ന സ്റ്റേജ് അൾട്ടിമേറ്റ്ലി ലീഡ് ചെയ്യുന്നത് ഡെത്ത് സ്റ്റേജിലേക്കാണ്.